സൂപ്പർ സൂപ്പർ നല്ലപോലെ പണ്ടി വെച്ചിട്ടുണ്ട് ഗൗതം മേനോനെ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹായ് എരുവൻ, നമ്മളിന്ന് വന്നിരിക്കുന്ന മമ്മൂക്കയുടെ പുതിയ ചിത്രമായ ഡൊമിനിക്കിലെ വിശേഷങ്ങളിലൊക്കെയാണ്. വ്യത്യസ്തമായ ഒരു പടമാണിത്. അപ്പോൾ അവസാനം വരെ കണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. എന്താ പറയുക, ജനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു മമ്മൂട്ടി കമ്പനിയുടെ ഹിറ്റ് തന്നെയായിരിക്കും, ഏതൊരു സംശയം. ഡിറ്റക്റ്റീവ് എന്നുള്ള ഒരു മറ്റൊരു പോലീസ് ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു, കുറച്ചും കൂടെ മാസമായിരുന്നു. ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്, നമ്മളാരും അങ്ങനെ പ്രതീക്ഷിക്കില്ല. ആദ്യത്തെ ഒരു ഇൻട്രോയിൽ ഒരു വലിയ ഇത്തിരി പിടിച്ചിരിക്കണം, അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒരു സൂപ്പർ ഹിറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്രയ്ക്ക് ഒരുപാടൊന്നും വലിയ സംഭവമായിട്ടുള്ള ഇതൊന്നുമില്ല, പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഒരു പിടിച്ചിരുത്തുന്നുണ്ട് പടം. സൂപ്പർ 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 ക്ലൈമാക്സ്. ക്ഷമയോടെ ഇരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ. നമ്മളെ എല്ലാ സിനിമകൾ കാണുന്നത് പോലെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോട് പോകുന്നതല്ല, പക്ഷേ മമ്മൂക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ് അതൊരു വല്ലാത്ത എൻജോയ്മെൻ്റ് തന്നെ. പുള്ളി ഓരോ സിനിമയിലും ആ ഒരു പ്രസൻസ് കൊണ്ടുവരുന്നു. അതിനെ വെല്ലാൻ പിന്നെ വേറെ ആർക്കും പറ്റില്ല. പക്ഷേ സിനിമ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടം. പക്ഷേ എനിക്ക് നല്ല എൻഗേജ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷേ അതൊരു ഫ്ലോയിലാണ് ആ സിനിമ പോകുന്നത്. അല്ല, നല്ല ഒന്നുകൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പടമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ആ BGM കാര്യങ്ങളൊക്കെ നല്ല ക്യാമറ വർക്കും ആംഗിൾസും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ലുക്ക് അപാരമാണ്. ഈ ഒരു പ്രായത്തിലും കൂടി എങ്ങനെ ഇരിക്കുന്നുള്ളൊരു സംഭവമുണ്ട്. ഫാമിലി പടമാണ്, വല്ല ആക്ഷൻ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഗൗതം ചേട്ടൻ കിട്ടിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലൈമാക്സ് ഒന്നും രക്ഷയില്ലാത്ത ക്ലൈമാക്സ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്തേക്കാണ് കിട്ടുന്ന ക്ലൈമാക്സിനാണ് എടുത്തിരിക്കുന്നത്. ഗൗതം വാസുദേവിന്റെ ടച്ച് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സസ്പെൻസ് ത്രില്ലറാണ്. കുറച്ചു നേരം ഒന്ന് നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല മൂവി. മമ്മൂക്ക എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സിനിമ. നമ്മളെ ഗൗതം വാസുദേവ് മേനോൻ ആ ഒരു മാജിക്കും കാര്യങ്ങളൊന്നും പടത്തിലില്ല, പക്ഷെ പക്ക മേക്കിംഗ് ആണ്. മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മമ്മൂക്കയെ കാണാൻ വേണ്ടി മാത്രം പടത്തിൽ കയറാം, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. പിന്നെ പടം നമ്മൾ കണ്ടു പറഞ്ഞ സ്ഥിരം തമിഴ് പടങ്ങളെല്ലാം കൂടെ ചേർത്തൊരു ലെവലായിരിക്കുന്നത്. അല്പം കൂടെ ഒരു അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ ഫുള്ളായിരുന്നു എന്ന് തോന്നി, എത്രയേ ഉള്ളൂ. പിന്നെ മലയാളത്തിലായതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ ഇതാവില്ല. തമിഴിലൊക്കെ ആണെങ്കിൽ അല്പം കൂടെ കൊളത്തിയേക്കും, പക്ഷെ വേറെ ലെവലാണ്. നല്ലപോലെ പണ്ടി വെച്ചിട്ടുണ്ട് ഗൗതം. പടം എനിക്കിഷ്ടപ്പെട്ടു. സിനിമ അത് ഒരു മിസ്റ്ററി ത്രില്ലർ ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം ഓവറോൾ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഇതിരിക്കാനായിട്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പോയിലർ. കാരണം ഇങ്ങനത്തെ ഒരു സിനിമകളില്ല, നമ്മൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സ്പോയിലർ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷ എനിക്ക് ട്രെയിലറൊന്നും കണ്ടിട്ട് തോന്നില്ലായിരുന്നു, പക്ഷേ അതിനേക്കാളും നല്ല രീതിയിൽ ഒരു ഹൈപ്പ് കൊടുക്കാത്തത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ പ്ലേസ്മെൻ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഒരു സസ്പെൻസ് ആ ഒരു കുറേ ഇങ്ങനെ റിവീലിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിനിമ തുടക്കം പോലെ അവസാനം വരെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു പേടി. അല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഒരു ഡിറ്റക്റ്റീവ് വേഷത്തിലായിരുന്നു വന്നിരിക്കുന്നത്. കുറച്ച് ലെങ്തിയാണ്, കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത്ര മണിക്കൂർ ഇരുന്നതിൻ്റെ ഒരു ഇതൊന്ന് മാറി കിട്ടും. ഒരു നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട് സിനിമയിൽ. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ രേഖാചിത്രം അതുപോലെയല്ല, ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കൊള്ളാം. പടം നല്ല മൂവിയാണ് ബ്രോ. നമ്മൾ ഒരു മമ്മൂട്ടി കമ്പനി ആ ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഈ പടത്തിലൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഗൗതം വാസുദേവ് മേനോൻ്റെ ഫിലിമല്ലേ, അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയറക്ഷനും പിന്നെ മമ്മൂട്ടിയുടെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൊള്ളായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. വൺമാൻ ഷോ ആയിട്ട് തോന്നിയത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക പിന്നെ ഇതിലൊരു ആക്ട്രസ് ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരി നല്ലതായിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മമ്മൂട്ടി മാത്രം പകരം വയ്ക്കാൻ ആളില്ല. അസൂയ തോന്നിയിട്ട് കാര്യമില്ല സഹോദര. ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും മമ്മൂട്ടിക്ക് പകരം മമ്മൂട്ടി മാത്രം. 2025 മമ്മൂട്ടി കൊണ്ടുപോകും. മമ്മൂട്ടി 2024 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1980 മുതൽ മമ്മൂട്ടി തന്നെയാണ്. ഇനി നമുക്കാർക്കും അദ്ദേഹത്തിനോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ഇനി ഇതുപോലൊരാൾ ഇനി വരാനുമില്ല. മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ ലോക സിനിമയിൽ തന്നെ കാണൂല. ഓരോ സിനിമയിലും മമ്മൂട്ടി പുതിയ സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദര. അത്രയ്ക്കും അസാധ്യമാണ്. ഡിറ്റക്റ്റീവാണ് സിനിമ. നമുക്ക് ആദ്യം ഒരു ചെറിയൊരു സ്ലോ തോന്നിയേക്കാം, പക്ഷേ സെക്കൻഡ് ഹാഫ് അത് കവർ ചെയ്യുന്നുണ്ട്. നല്ല സിനിമയാണ്. ചെറിയ റോളാണെങ്കിലും സിദ്ദീഖ്, ഗോകുൽ സുരേഷ് ഇവരൊക്കെ വളരെ മനോഹരമായി തന്നെ. പിന്നെ നമ്മുടെ മലയാളികൾക്കൊരു ആകാംക്ഷയുണ്ടല്ലോ, ഗൗതം മേനോനും അതുപോലെ തന്നെ മമ്മൂക്കയും തമ്മിൽ ഒന്നിക്കുമ്പോൾ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാളി ചിന്തിക്കാത്ത, ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ്. 2025 മമ്മൂക്കയുടെ ഈ ആദ്യ സിനിമ മലയാളികൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പടം ഒരു വൺ ടൈം വാച്ചബിളാണ്. ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്നൊരു പടമാണ്. പിന്നെ ഗൗതം മേനോൻ്റെ ആദ്യത്തെ ഒരു മൂവി മലയാളത്തിലായതുകൊണ്ട്
ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ്. എനിക്ക് ജസ്റ്റ് ഓക്കെയാണ്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂക്ക തകർത്തു. പിന്നെ ഗോകുലിന് ഈ ഒരു ക്യാരക്ടർ ആപ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര ഫീൽ ചെയ്തില്ല. ആ ലെവൽ എത്തിയില്ല. പുള്ളിക്കാരൻ വരെ വേറെ ഒരാൾ ചൂസ് ചെയ്യായിരുന്നു. പുള്ളിക്കാരൻ മോശമൊന്നുമല്ല, പക്ഷേ ആ ഒരു ക്യാരക്ടറിന് പുള്ളിക്കാരന് പുള്ളി ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ക്ലൈമാക്സ് അടുപ്പിച്ചിരുന്ന ഒരു സീക്വൽ വന്നിട്ട് എനിക്കൊരു തമിഴ് പടം കണ്ടതാണ്. ആ പടത്തിൻ്റെയൊക്കെ ഒരു കോപ്പിയാണ് ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത പോലെ ഇരിക്കുന്നു. പിന്നെ ആ ഒരു മമ്മൂക്ക കമ്പനീൻ്റെ ഒരു ക്വാളിറ്റി ചെറുതായിട്ട് ഇതിനകത്ത് കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ടെർബോ തൊട്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല സെലക്ഷനിൽ. അതിനു മുമ്പ് ഒരു ഓക്കെ ആയിരുന്നു. ഇതും അത് വെച്ചൊരു പെട്ടെന്ന് എന്തോ പടം തന്നെ പെട്ടെന്ന് തീർത്തതാണ്. ഉടനെ തുടങ്ങി പെട്ടെന്ന് തീർന്നൊരു പടമാണ്. ഡിഫക്ട്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും നമുക്ക് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകളും എന്താ പറയുക. പിന്നെ നായികയായിട്ട് വന്ന കുട്ടി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ മമ്മൂക്ക എല്ലാവരും നല്ലൊരു ചിത്രമാണ്. എങ്ങനെയുണ്ട്? ഏതാ ഗോകുൽ സുരേഷ് അടിപൊളി. അതായത് എന്താ പറയുക, മമ്മൂക്കയുടെ കൂടെ പുള്ളി ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. സ്ക്രീനിൽ രണ്ടുപേരുടെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഓക്കെ, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടി കമ്പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തികച്ച് എന്നും വ്യത്യസ്തമായ പടങ്ങളാണ് നമുക്ക് കൊണ്ട് തരുന്നത്. അതുപോലെ ഇപ്പോൾ പുള്ളി ആറാത്ത ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ. അപ്പോൾ അതും ഒരു തികച്ച ഒരു വ്യത്യസ്തമായ ഒരു ഇത് തന്നെയാണ്. പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ നമ്മളത് പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഒരു ലാഗ് പോലെയൊക്കെ ഫസ്റ്റ് തുടങ്ങിയാൽ തന്നെ നല്ല രീതിയിൽ കൊണ്ടങ്ങ് ഒരു നല്ലൊരു ഇൻ്റർവെല് ഒക്കെ എല്ലാം പടം മൊത്തത്തിൽ കൊള്ളാം. ക്ലൈമാക്സിൽ നമ്മളൊരു വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് എല്ലാം തരുന്നുണ്ട്. മമ്മൂട്ടി ഫാൻസ് നെഗറ്റീവ് അടിക്കായിരുന്നു. ഇതിൽ കൂടുതൽ മമ്മൂട്ടി യൂസ് ചെയ്യാൻ ഒന്നുമില്ല പടം കണ്ടു. പിന്നെ ഈ പടം കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്, അടിപൊളി പടം, നല്ല ഫാമിലി പടം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഗൗതം മേനോൻ എന്ന സംവിധായകൻ്റെ ആ ഒരു മികവ് ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാം. മമ്മൂക്കയുടെ ന്യൂ ഇയർ ഇറങ്ങിയ ആദ്യത്തെ പടം ഡൊമിനിക് എന്ന കഥാപാത്രമായി തകർത്ത് വാരിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് മമ്മൂക്ക വെച്ചിങ്ങനൊരു പടം. ആദ്യ ഭാഗം കംപ്ലീറ്റ് ഹ്യൂമറസ് ആണ്, വളരെ നന്നായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാം ഭാഗം ചിലപ്പോൾ സീരിയസ് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് അതിഗംഭീരം, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ, അടിപൊളി. സ്ക്രിപ്റ്റ് സെലക്ഷൻ എല്ലാം കൊണ്ട്, സ്ക്രിപ്റ്റ് സെലക്ഷൻ, മേക്കിംഗ്, ഡയറക്ഷൻ, മമ്മൂക്കയുടെ പെർഫോമൻസ് മപ്പ്. ഞാൻ പിന്നെ മമ്മൂക്ക കട്ട ആരാധനാണ്. മമ്മൂക്ക മോഹൻലാൽ ലാലേട്ടനും അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇന്ന് മമ്മൂക്ക അത്രയ്ക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് എല്ലാ ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്ക് വരണതാണ്. ഒരു വെറൈറ്റി, പുള്ളിയുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി സ്ക്രിപ്റ്റ്, വെറൈറ്റി ഡയറക്ഷൻ, വെറൈറ്റി രീതിയിലാണ് പുള്ളി പോകുന്നത്. അത് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. 100-ൽ ഒരു 80% എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ വിത്ത് കോമഡി. കൊള്ളാം, അടിപൊളിയാണ്, സൂപ്പറാണ്. മമ്മൂക്കാക്കി ജയ്.